ഹായ്, ഏവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് 7905, 7906, 7907, 7908, 7909 എന്നിങ്ങനെ 12 എണ്ണം വെച്ചുള്ള 5 സെറ്റായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. നമുക്ക് ഇന്നത്തെ റിസൾട്ടിലേക്ക് കിടക്കാം. ഇന്ന് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് വൈക്കത്താണ്. MF 135239 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് എറണാകുളത്താണ്. MG 196272 എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത്. മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് അടിച്ചിരിക്കുന്നത്. ME 825183 എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത്. 5000ലേക്ക് വരുമ്പോൾ 79 കളമാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. പക്ഷേ 79 പിടിച്ചിട്ടില്ല. 7406 പിടിച്ചിട്ടുണ്ട്. നമ്മൾ 7906 നമ്മുടെ ഉണ്ട്. പിന്നെ വരുന്നത് 2000ലാണ്. 2000 79 കളം പിടിച്ചിട്ടില്ല. 1000ലേക്ക് വരുമ്പോഴും 79 കളം പിടിച്ചിട്ടില്ല. 500ലേക്ക് വരുമ്പോഴും 79 കളത്തിൽ 7953 പിടിച്ചിട്ടുണ്ട്. നമ്മുടെ 7905 മുതൽ 09 വരെയാണ് ഉള്ളത്. 200ലേക്ക് വരുമ്പോഴും 79 കളം പിടിച്ചിട്ടില്ല. 100ലേക്ക് വരുമ്പോൾ 79 കളം പിടിച്ചിട്ടുണ്ട്. പക്ഷേ 7917 പിടിച്ചിരിക്കുന്നത്. നമ്മൾ 7909 വരെ നമ്മുടെ ഉള്ളൂ. 9 നമ്പർ വ്യത്യാസത്തിൽ നമുക്ക് സമ്മാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്ക് നാളത്തെ ടിക്കറ്റിലേക്ക് കിടക്കാം. നാളത്തെ ടിക്കറ്റ് റിസൾട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് എടുത്ത ടിക്കറ്റുകളാണിത്. 3080 മുതൽ 3081, 3082, 3083, 3084 എന്നിങ്ങനെ 12 എണ്ണം വെച്ചുള്ള 5 സെറ്റായിരുന്നു ഞാൻ എടുത്തിരുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ ടിക്കറ്റിൽ അത് അത്യാവശ്യം വീണതാണ്. അത് 2 നമ്പർ അടിച്ചു. 3084 നമ്മുടെ ഇന്നിരിക്കുന്ന 3084 1000ൻ്റെ കളത്തിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് 30 വേറെ ഏതൊരു കളത്തിലൂടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ 200ൻ്റെ കളത്തിലും 3083 പിടിച്ചിട്ടുണ്ട്. 2 നമ്പറും നമ്മുടെ ഇന്ന് ഉള്ള നമ്പറാണ്. അതേ കാര്യമില്ല. നമുക്ക് നാളത്തെ റിസൾട്ട് എന്തായാലും വന്നിട്ട് 3086 പിടിച്ചിട്ടുണ്ട്. 3080 ഇന്ന് ശരിക്ക് 30ൻ്റെ കളം ഇന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പം നാളെ ഭാഗ്യമുണ്ടേ നമുക്ക് അടിക്കും. നാളെ ഭാഗ്യത്തിന് അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് ആരും ടിക്കറ്റ് എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് നിങ്ങളുടെ കുഴപ്പമാണ്. എൻ്റെ വീഡിയോ കണ്ട് ആര് ടിക്കറ്റ് എടുത്താലും എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ അത് ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശത്തോടായിരിക്കും ഈ ടിക്കറ്റ് എടുത്ത് ഈ പൈസ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം കാണും. എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും ടിക്കറ്റ് എടുത്ത് തുലഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഓരോരുത്തരൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ടിക്കറ്റ് എടുത്തുന്നു. ഞാൻ യൂട്യൂബിൽ കൂടെ വിഷം അടിച്ച് കാണിച്ചാൽ നിങ്ങൾ കുടുംബത്തോട് എന്തായാലും വിഷം അടിക്കത്തില്ലേ? അപ്പം അതിനൊന്നും അങ്ങനെ പറഞ്ഞ് നിൽക്കേണ്ട. ഒരു കാരണവശാലും നിങ്ങൾ ഒട്ടി എടുക്കുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ എടുക്കുന്നു, അത് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നു. താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവർ കളഞ്ഞിട്ട് പോവുക. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞത് കൊണ്ട് ആരും ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഏരിയ കണ്ടുപോകരുത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ട് എന്തായാലും സ്വന്തമായിട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ എന്തോ ചെയ്യണമെന്ന് നിങ്ങളുടെ താല്പര്യം. ടിക്കറ്റ് എടുക്കണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം. വീട്ടിൽ ചിലവെടുക്കുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് വേറെ സോഴ്സ് ഉണ്ടായിരിക്കാം, അതുകൊണ്ട് ഞാൻ എടുക്കുന്നു. അതെന്തായാലും ആരെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ മതി. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടോ ഞാൻ പറയുന്നുണ്ടോ ആരും ടിക്കറ്റ് എടുക്കണ്ട. ഓക്കെ, അപ്പം റിസൾട്ട് വരുന്ന വരെ, നാളത്തെ റിസൾട്ട് വരുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, അപ്പം ആവശ്യമില്ലാതെ ഇപ്പോൾ കുറേ പേര് വന്ന് ആവശ്യമില്ലാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേ എടുത്ത് ഞാൻ വെളിയിൽ കളയും. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ഇതിൻ്റെ അടിയൊന്നും തെറിക്കമൻ്റ് ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോഴേ അടിച്ച് ഞാൻ വെളിയിൽ കളയും. ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. എന്തായാലും എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ വേണ്ട നിർത്തുക എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ ഓക്കെ, നിങ്ങൾക്ക് സജഷൻ അത് ഞാൻ കേൾക്കുകയും ചെയ്യും. ആവശ്യമില്ലാതെ തെറി പറക്കും ഞാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് അതൊന്നും വേണ്ട. അതൊക്കെ കൈ വെച്ചാൽ മതി. ഞാൻ എടുത്തുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ അടുത്ത് വരരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെടുക്കുക, പൈസയിലേ ഉണ്ടാവാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നാളെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം.